ഓക്കെ ആരൊക്കെയത്? എടാ അവന്റെ ഹെലി ടീ പിടിച്ച് അവനങ്ങ് നിർത്തിയിട്ട് കൊന്നല്ലേ. ഹലോ ഹലോ പറഞ്ഞു കളിക്കുന്ന സുഹൃത്തെ ഈ ഹെലി ഒന്ന് മാറ്റാൻ പറയാം, ഒന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ ഹെലി തന്നെ നമ്മളിങ്ങനെ മറ്റേ ടർഫ് ചെയ്തിട്ട് നമ്മള് മുതുക്കിൽ വന്നായിരുന്നോ? ആരും ഉണ്ടായിരുന്നു, ഞാൻ മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ ഫാമിലിത്ത് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ച് പേരെന്താ ചോദിച്ചു. പേരൊക്കെ പറഞ്ഞ് നറൂട്ടോ നറൂട്ടോ പേരൊക്കെ പറഞ്ഞത്. അതിട്ട് ഇരിക്കുമ്പോഴാണ് ഓരോ അതിട്ട് പറഞ്ഞ് എന്താണ് നിങ്ങള് ഇപ്പോഴത്തെ കുറെ വാറൊക്കെ അടിച്ചിട്ട് ജയിച്ചിക്കണമെന്ന് ചോദിച്ചു. അതോ തല്ലുള്ളിയാണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല, ഞങ്ങളിപ്പോ അത്യാവശ്യം ഇതിലിപ്പോ സിറ്റിയിൽ അടിച്ചിട്ട് നിക്കണ്ടെന്ന് പറഞ്ഞു. JDA ടീംസ് അങ്ങനത്തെ കുറച്ചിടത്തിലൊക്കെ അടിച്ചപ്പോ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോ സംസാരിക്കണ്ടേ. അത് കഴിഞ്ഞപ്പോ നിങ്ങളെ ആൾക്കാർ അതിട്ട് പറഞ്ഞ് ഞങ്ങൾ അടിച്ചു നോക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു ഫ്രണ്ട്ലി വാറ അടിക്കണ്ടോന്ന് വെച്ചപ്പോ പറഞ്ഞ ചോദിച്ചോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ അപ്പൊ ഫ്രണ്ട്ലി ആണെന്ന് വെച്ചപ്പോ ഫ്രണ്ട്ലി അല്ല, എല്ലാരും അടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചിരുത്തി. അപ്പൊ നിങ്ങൾ വന്ന് പിറ്റിങ് തുടങ്ങി അവിടെ. ഈ പിറ്റിങ്ങിന് തുടങ്ങുന്നതിന് ഇടയിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏതോ ഒരു കുണ്ണ എന്ന് പറയുന്ന ഒരാൾ കുണ്ണേന്ന് എന്തോ വിളിച്ചു, അങ്ങനെ എന്തോ പറയുന്നത് കേട്ടത് ഇല്ലടാ ജോബ? എന്തോ ഒരു സംഭവം പറഞ്ഞു എന്ത് സംസാരിച്ചിട്ട് കുണ്ണേന്നൊക്കെ വിളിച്ചായിരുന്നു നിങ്ങളെ. ഞങ്ങള് ഞാൻ എന്റെ അറിവില് ഞാൻ ചോദിച്ചത് ഗരാജിന്റെ അകത്ത് നിന്ന് വണ്ടി പിറ്റിയാൻ എന്തിനാ ബ്രോ എന്ന് ചോദിച്ചപ്പോഴേക്ക് എന്തോ തിരിച്ചു പറഞ്ഞതാണ്. അതൊക്കെ ബാഡ് അല്ലേ ഇങ്ങനൊക്കെ സംസാരിക്കുക? എന്നിട്ട് അടുത്ത പറയട്ടെ. അടുത്തത് ഞങ്ങളൊരു 10 പേര് നിന്ന് വട്ടം ചേർന്ന് കണ്ണേം ചെയ്തപ്പോ അവന് പേടിയൊന്നും ഇല്ലേ ബ്രോ? എന്താ സംഭവം ഇത്? ബ്രോ എവിടുന്ന് ഞങ്ങളെ 2 മെമ്പേഴ്സ് നിങ്ങളുടെ ഒരു മെമ്പറിനെ ഗണ്ണിങ് ചെയ്ത് ഹൗസ് എടുക്കാൻ നോക്കിയപ്പോ പുള്ളി ഇറങ്ങിപ്പോയി. നമ്മളുണ്ടായിരുന്നല്ലോ അവിടെ എവിടെ വെച്ചിട്ട്. കാല നിങ്ങൾ എവിടുന്ന മറ്റേ ഹൗസ് എടുക്കാൻ നോക്കിയേ? കേക്കണില്ലേ? ഹലോ ആരേലും അവിടെ ഹോസ്റ്റ് ആക്കാൻ നോക്കിട്ട് ഇറങ്ങിപ്പോയായിരുന്നു അവിടുന്ന്. പിന്നെ എന്ത് ഇവരിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരുടെ കാര്യമാണ്? നമ്മളാരും അല്ലല്ലോ. നിന്നെ കണ്ണാൻ ചെയ്തപ്പോ നീ നമ്മുടെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, നമ്മുടെ സൈഡിൽ ആരും ഇല്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ സീനില് നമ്മുടെ ഗ്യാങ്ങില് കുറെ പേരുണ്ടായിരുന്നു. ഒരു 15+ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാരും ചെയ്യുമ്പോഴും അവര് ക്ലിയർ കാണിക്കാതെ നമ്മുടെ ആൾക്കാരെ വെടിവെക്കുമായിരുന്നു. നമുക്ക് പിന്നെ ബ്രോ ഈ ഗവൺമെന്റിലോട്ടൊക്കെ പോകുന്ന പരിപാടികൾ കുറവാ. നമ്മളല്ല ഇവിടെ തന്നെ തീർക്കാറാ. ഗവൺമെന്റിലേക്ക് പോകണ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് ഇവിടെ തന്നെ തീർക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ സഹകരിക്കണം. സഹകരിച്ചില്ലെങ്കിൽ നിങ്ങളിപ്പം കുറച്ച് ബാഡായി സത്യത്തില്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ബാഡ് ആയി. നമുക്ക് ബാഡായി. ഓർത്തപ്പോഴേക്കും നമ്മളെ സൈഡിലേക്ക് എല്ലാം ഓക്കെ. എന്താ പറയാ, ഈ മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. വിളിച്ചത് ഒരു ഐഡിയ ഇല്ല. ഇവരില്ലേ വണ്ടി നിങ്ങളാരെങ്കിലും അവര് കുഴപ്പമില്ല. അപ്പം പറഞ്ഞു ബ്രോ പറഞ്ഞു. നിങ്ങളുടെ ലീഡറിന്റെ പേരെന്താ? ലീഡർ ആരാ? പിറ്റ് ചെയ്തോന്നല്ല, പൊറോട്ടയോ? ടൊറേട്ടോ. ഓക്കെ.
ചൊറിയാൻ നോക്കുന്നുണ്ട്. കോഹ്ലിയുടെ വരുന്നുണ്ട് ബീഫ് റോസ്റ്റ് എത്താ ഇല്ലില്ല ഞാന് ലീഡർ തെലുങ്ക് പൊറോട്ട ചമാലുള്ള കോഹ്ലിയുടെ വണ്ടി ബീഫ് റോസ്റ്റ് വിളിച്ചിട്ടില്ലായിരുന്നു. എല്ലാം ഉണ്ടല്ലോ. അതായത് ഇല്ലില്ല കുട്ടാ രാമ വേറെ ഏത് വണ്ടി വരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് മറ്റേ കിപ്പന്റെ വണ്ടിക്ക് ബാക്കപ്പ് എടുക്കായിരുന്നു. ഞങ്ങൾ അവിടെ കറങ്ങിയിട്ടില്ല. തട്ടോട്ട പുള്ളിയുടെ വേറെന്താണ്? ഹലോ ഹലോ തട്ടം ബ്രോയ്. ഹലോ നറൂട്ടോ. ഹലോ നറൂട്ടാണോ ലീഡർ? അല്ല മെമ്പറ. അത് ടൊറേട്ടോ. ഓക്കെ ഇവിടെ ഇങ്ങളിലല്ലേ സേതുരാമയ്യർ. സേതു എന്ത് പറഞ്ഞോ നിങ്ങള് പറ. ശരം ഇങ്ങനെ നാണം കുടുങ്ങി നിക്കല്ലേ. കാര്യം പറ. വന്നതിന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ അത് പറ. വന്നതിന്റെ കാര്യം പറ. ഇല്ലല്ല ചോദിക്കണം. വെറുതെ ഒന്നും അല്ല മറ്റവനിങ്ങനെ വിളിച്ചില്ല. നമ്മളാരും ഇറങ്ങി പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞില്ലേ നിങ്ങളുടെ ആളും കിട്ടണില്ലല്ലോ. അപ്പൊ അതേപോലെ നമുക്കും അത് കിട്ടണ്ടേ. പിള്ളേരെല്ലാരും നമ്മളിനി ഗവൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെടണമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ ഒരു ക്ഷമ പറഞ്ഞാൽ തീരാവുന്ന കേസല്ലേ ഉള്ളൂ. ബ്രോ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് മോശം വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാരാ ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഞങ്ങളുടെ റേഡിയോയിൽ ആളില്ല അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു കഥ മാത്രമേ ഉള്ളൂ. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്ഷമ ചോദിക്കുകയാണ്. വിളിച്ചിട്ടുണ്ടോന്ന് ഞങ്ങൾക്കറിയില്ല. സത്യമേ നമ്മൾ പറയാറുള്ളൂ. അത് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ പറഞ്ഞ കഥ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. പലേട്ടോല് വെച്ച് കണ്ണേം ചെയ്ത ആരെങ്കിലും നമ്മളോ? ഇല്ലല്ലോ. ആരാ ഏത് അതങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങള് മിക്കവാറും ആരെങ്കിലും മരിച്ച ആൾക്കാരെ ആയിരിക്കും ചെയ്തതെന്നാണ് എന്റെ നിഗമനം. അറിയാമല്ലോ നിങ്ങൾക്കറിയാലോ അത് എങ്ങോട്ട് പോകും. കാര്യം പറഞ്ഞു വിട്. എപ്പോ വാറപ്പാണ് പറയൂ. നമുക്ക് 15 മിനിറ്റോ? 15 മിനിറ്റ് കുറച്ച് കൂടുതലാണോ? ഇല്ല 15 ടൈം. അങ്ങനെ പറഞ്ഞ എങ്ങനെ സുഹൃത്തെ? അങ്ങനെയാണ് അതിന്റെ നമ്മളൊരു 17-നെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളെങ്കിലും 17 മിനിറ്റില് അത് നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങളോട് വെയിറ്റ് ചെയ്യാം. വിളിച്ചോ പെട്ടെന്നായിക്കോട്ടെ. ഞങ്ങള് കാണുന്നുണ്ടെന്ന് പറഞ്ഞേരട്ടാ. ഒന്ന് കാണുന്നുണ്ടെന്ന് പറഞ്ഞേ. കൊറേ ചൊറിഞ്ഞു നോക്കി പക്ഷെ അങ്ങോട്ട് ട്രിഗർ ആയില്ല. നെക്സസ് ട്രൈ ചെയ്തു. നെക്സസ് ഇപ്പോൾ വാറ് വിളിക്കും. നെക്സസ് മാന്യമായി അനുസരിച്ചേട്ടാ കുറെ ഇട്ട് നോക്കി. പൊറോട്ട ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു നോക്കി. നടന്നില്ല.